താനും ഭാര്യയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം എന്നല്ലാതെ എന്തു പറയാൻ? എന്ത് പുണ്യം, ഏത് ഫലം? വല്ല പുണ്യവും ചെയ്തിരുന്നെങ്കിൽ ഈ ജന്മം ഞങ്ങൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടി വരുമായിരുന്നു. എന്താ ശശി, വഴിയിൽ വെച്ച് എന്നെ വഴക്ക് തുടങ്ങണോ? ആ വർമ്മ സാർ പറഞ്ഞ ആ പുണ്യത്തിന്റെ ഫലം അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ അല്പസ്വല്പം കോമൺ സെൻസ് ഒക്കെ വേണം. തന്റെ ഭാര്യയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോകാനും വഴിപാട് ചെയ്യാനും എന്നെപ്പോലൊരു മഹാനെ ഒത്തുകിട്ടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. ചിന്തിക്കണം. വെറും സാധാരണക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാ എന്നെ പറ്റി ഒരു മതിപ്പ് തോന്നാത്തത്. ഇത്രയും വലിയ മഹാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ എന്നെ കെട്ടാൻ എന്റെ അച്ഛൻ വേറെ ആളെ അന്വേഷിച്ചാണ്. വേറെ ആളെ നോക്കാത്തത് നിന്റെ മുജ്ജന്മ സുഹൃതം. ശശി ഓഫീസിൽ പോകുന്നില്ലേ? ഞങ്ങൾ ഇപ്പൊ റെഡിയായേക്കാം. കാലത്ത് ഇവിടെ വന്നു ഇല്ല, അമ്പലത്തിൽ ചെന്നു ഇല്ല, പിന്നെ എവിടെ പോയി? ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു. ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയലൊക്കെക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? അത് ആട്ടെ, പിളച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് ഇരുത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ചവെള്ളം കിട്ടില്ല. പിള്ളച്ചേട്ടൻ വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലതും നക്കിട്ട് പോ. ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്ത തമാശ. ഇതാണ് വീട്. വാടകയ്ക്ക് കൊടുത്താ പിന്നെ വാടകക്കാരെ ഇറക്കാനും കേസ് നടത്താനും വീട് വെക്കേണ്ടി വരും. ഏട്ടൻ എന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ വക്കീൽ അദ്ദേഹം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതി. ഞാനും നിങ്ങളുടെ അച്ഛനും ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്നതാണ്. നിങ്ങൾ എനിക്ക് എന്റെ മക്കളെ പോലെയാണ്. എവിടെയെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടെങ്കിൽ അറിയിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ വിശ്രമിക്കും. ശരി. എനിക്ക് കോടതി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ശരി. കാലത്ത് തന്നെ സൂര്യൻ ഉദിച്ചു. നല്ല കാര്യമുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ആ, ഇന്നും ബെഡ് കാഫി കൊണ്ട് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞ വായിലെ വെള്ളം വറ്റിച്ചതാ. ആക്രി കിടക്കാളും കഷ്ടം. ഇളയമ്മേ, ഇളയമ്മേ, ഇന്നും ബെഡ് കോഫി കൊണ്ട് വച്ചിട്ടില്ല. മൂപ്പിലാൻ പറഞ്ഞു കാണും വലിയ ലക്ഷറി ഒന്നും വേണ്ടെന്ന്. ദേ, നമ്മളുടെ പറഞ്ഞ് അയ്യ എന്നായിരിക്കുന്നു. ദേവകി, എന്താ? അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലയിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരുമല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാൽ എന്താ? ആ, തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി, പിശാചുക്കള മനുഷ്യന് പേടിയാ. ഇത് എന്റെ കുറ്റമല്ല. ഇന്നത്തേക്കുള്ള കാശിങ്ങിതാ. ഞാനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്. ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖമായി. എന്റെ അക്കൗണ്ടന്റ് ദൈവഭക്തി ഉള്ളവനും ആണത്വമുള്ളവനുമായിരിക്കണം. സിനിമ, സ്പോർട്സ് തുടങ്ങിയ അനാവശ്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കരുത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരെ ഈ നാട്ടിൽ കിട്ടുമോ? ഈ നാട്ടിലില്ലെങ്കിൽ മറുനാട്ടിൽ തപ്പും. വക്കീൽ സാർ ഏതായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. നോക്കട്ടെ. സ്വന്തം ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലടേ, നാളെ
മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. ഏ? എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പട്ടര് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പട്ടര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ. മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധി ആയിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി. ഇതൊക്കെ. നേരം വിളിച്ചിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ എന്താ പട്ടാളത്തിൽ പോയോ? അല്ലെ ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? അവിടെ ഇട്, അവിടെ ഇട്. ഛെ. അതല്ലേ നെല്ല് നെല്ല് നിന്റെ തലമുടി കുറച്ച് അയ്യോ, വേണ്ട വേണ്ട വേണ്ട. സമ്മറി. അയ്യോ, വേണ്ടേ വേണ്ട. സമ്മറി. അയ്യോ, വേണ്ട. സമ്മറി. ആകപ്പാടെ ഉള്ള ഒരു തലയാ. അത് അവസ്മാരം പിടിച്ചോന്റെ കയ്യിലേൽപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത? ആ, നീ വാ, ഒരു സ്മാർ അടിക്കാം. ആ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. അത് ശരി. ആട്ടെ, ഇത്തവണ പാസ്സാവോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓഹോ. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. എന്നിട്ട് എന്തായി? സുഖമായിട്ട് അങ്ങ് തോറ്റു. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാ. ഉവ്വ്. കേട്ടില്ലേ? ഇതാ തള്ള. പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇവള് SSLC പാസ്സായാൽ ഇവളുടെ അച്ഛൻ തിരുപ്പതിയിൽ പോയി തല മൊട്ടയടിക്കാമെന്ന് നേർന്നതാ. അയാളുടെ ഒരു ഭാഗ്യത്തിന് മൊട്ടയടിക്കേണ്ടി വന്നില്ല. ഒന്നുകൂടെ ചോദിച്ചേ. 5 പ്രാവശ്യം BA എഴുതി ജയിക്കുന്നതും SSLC തോക്കുന്നതും രണ്ടും ഒരുപോലെയാ. എന്നാലും വിദ്വാൻമാർക്ക് വെച്ച് വിളമ്പാൻ ഞങ്ങളെ തന്നെയല്ലേ കിട്ടിയുള്ളൂ. പെണ്ണുങ്ങളായ വെക്കാനും വിളമ്പാനും പഠിക്കണം. അതിനു മേലെ ഒരു പഠിപ്പും വേണ്ട. പറഞ്ഞു കൊടുക്കുക ചേച്ചി. ആ, ഇപ്പൊ അവര് യൂണിയനായി. നിന്റെ ഈ പാചകവിരുദ്ധുണ്ടല്ലോ, അതെന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ വിരുദിന് എന്താ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കെട്ടുന്നവന്റെ കൂടെ അവൾ 2 ദിവസം ഒരുമിച്ച് താമസിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അല്പം ഓഫീസർക്ക് ബാക്കിയുണ്ട്. ഓ, ഒരു അത്യാവശ്യ കാര്യം പറയാനായി ഇങ്ങോട്ട് കയറിയത്. അത് മറന്നു. ബാലുവിന്റെ കത്ത് വന്നിരുന്നു. അവന് കാവേരിയെ വളരെ ഇഷ്ടമായി. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്നാ അവൻ എഴുതിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കാൻ? നമ്മൾ ബന്ധുക്കളാകാൻ പോവുക. ഞാൻ ഇന്ന് തന്നെ അവൻ എഴുതിക്കോളാം. ശരി. ചെക്കന് പൊക്കം കുറവല്ലേ എന്നൊരു സംശയം. താൻ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ അല്ലേ അനിയൻ? ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ മോക്കും വലിയ പൊക്കമൊന്നുമില്ലല്ലോ. പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ. എനിക്ക് വേണ്ട. താൻ ഇടംകോലിടാത്ത ഒരു കാര്യവുമില്ലല്ലോ. എന്ന് വിചാരിച്ചിപ്പോ എന്റെ മോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റുമോ? ആ, വരട്ടെ. വരാൻ പറയും. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്. ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയാണ് സർ. എന്ത് ജോലി? സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്ന എന്തു ജോലിയും ചെയ്യും സർ. നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണോ? അല്ല, പിന്നെ ഈ വേഷം? അതൊരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം. അപ്പോൾ അക്കൗണ്ടൻസി? അതെ സർ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം അക്കൗണ്ടൻസിയാണ്. ഇരിക്കൂ. വേണ്ട സർ. എനിക്കൊരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട്. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. ചോദിക്കൂ സർ. ഇരിക്കൂ. എന്താണ് നിങ്ങളുടെ ഹോബി? അക്കൗണ്ടൻസി. അതല്ലാതെ? അതല്ലാതെ വായന. എന്തൊക്കെ വായിക്കും? ഞാനിതുവരെ വായിച്ചിട്ടുള്ളത് ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, മാതൃഭൂമി. മറ്റൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. കാരണം? എന്റെ അച്ഛൻ നിർദ്ദേശിച്ചത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാജകുടുംബത്തിലെ അംഗമാണ് സർ. അപ്പോ ഇങ്ങനെ ഒരു ജോലി എന്തിന്? ഞങ്ങളുടെ കുടുംബസ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടി. പ്രിവി പേഴ്സ് കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ഒരു പേഴ്സും വേണ്ടെന്ന് അഭിമാനിയായി അച്ഛൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് സിനിമയിലും കായിക വിനോദങ്ങളിലും വലിയ താല്പര്യമായിരിക്കുമല്ലേ? ഞാനവയെ വെറുക്കുന്നു സർ. കാരണം? മനുഷ്യശക്തി ജനനന്മയ്ക്ക് എന്നാണ് എന്റെ പ്രമാണം. അതിരിക്കട്ടെ, ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? ആരാണ് സർ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ഈ പറയുന്ന അച്ഛൻ ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ആളാണോ സർ? അല്ല. പിന്നെ എനിക്കറിയില്ല സർ. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ നിങ്ങളെ എന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു.
താങ്ക് യു സാർ, താങ്ക് യു. നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ച് കെട്ടിക്കും. ഹും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? ആ, അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് ഇവിടെ ഇരുന്നോ? നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. ഹലോ, ഡാഡി അല്ലേ? ഞാനാണ് കാവേരി. വൈകുന്നേരം കോളേജിൽ ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്. ഡാഡി വന്ന് എന്നെ പിക്ക് ചെയ്യണം. ആ മോളെ, ഞാൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ? ഹലോ, യെസ്. ജയന്റെയോ? ഐ സി. റോഡിൽ ബോധം കെട്ടു വീണോ? സ്ട്രോക്കോ? ഓഹോ, അയക്കാം, ഇപ്പോൾ അയക്കാം. അക്കൗണ്ടിനെ വിളിക്കൂ. ആ, യെസ് സാർ. ജയൻ അപ്സെറ്റ് ആകരുത്. നത്തിങ് സീരിയസ്. സാർ, വല്ല അപകടവും? എന്റെ ഭഗവാനെ. ഇല്ല, ഒരു കുഴപ്പവുമില്ല. അട്ടെ, ജയന്റെ അച്ഛൻ എന്ത് പ്രായം വരും? ഒരു 19 വരും. ഓ ദൈവമേ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച തന്നെ സംഭവിച്ചു അല്ലേ? പ്ലീസ് ജയൻ, പ്രശ്നമൊന്നുമില്ല, ഒരു മൈനർ സ്ട്രോക്ക്. ഞാൻ ജയനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, സ്ട്രോക്കാണോ? സാറ് വരണ്ട. അധികം ആളുകളെ കണ്ടാൽ ആ ഹൃദയം കൂടുതൽ തകരും സാർ. ഞാൻ അകത്ത് വരില്ല, പുറത്തു നിന്നോളാം. വേണ്ട സാർ, എന്നെ പോകാൻ അനുവദിക്കൂ സാർ. പോകാം, പക്ഷെ ഞാൻ... പ്ലീസ് സാർ, എന്റെ അച്ഛനെ കൊല്ലരുത് സാർ. പ്ലീസ് പ്ലീസ്. ആ, പൊയ്ക്കുള്ളൂ പൊയ്ക്കുള്ളൂ. അച്ഛാ. കുട്ടമ്പിള്ള ചേട്ടനോ? എന്ത് പറ്റി? വഴി തെറ്റിയോ? ഏയ്, ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവുന്ന എനിക്കറിയാം. ആ, ഞാൻ കണ്ടുവരുന്നത് എന്താ പാർവതിക്കുട്ടിക്കൊരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. ആ, കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടുന്നാ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ച് പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് ഒരു ആദ്യം നിർത്ത. അതെന്തിനാ? കാര്യം വർമ്മ
അമ്മ ആള് വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ മോസ്ലി പറയാണെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ എന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, ഇത് അവിടെയാണ് കല്ലുകടി. അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ദാ ഒരു കൈ അകലത്തിൽ നിൽക്കണം. അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശുകുശുക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു, പാർവയോട് പറഞ്ഞാ മതി. ശശിയേട്ടാ, ദേ വർമ്മ സാർ വന്നു, വേഗം ഇറങ്ങൂ. പാറു വാ, ബട്ടൺസ് പോയി. ഏ ബട്ടൺസ് എന്തോന്ന്? ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്ന്. ഇങ്ങോട്ട് വാ. എവിടെ പോയി? ഷർട്ടിന്റെ ബട്ടൺസ് പോയി. തുന്നിത്താ. വേറെ ഷർട്ട് മാറ്റിയിട്ട് തുന്നാനൊന്നും നേരമില്ല. ഇതേ വർമ്മ സാർ, ഭർത്താവിന്റെ ബട്ടൺ പോയാൽ ഭാര്യ തുന്നിത്തരണം. സിനിമയിലൊക്കെ അങ്ങനെയാ. സിനിമ കുന്തവാ, മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതിനാ കാശ് മുടക്കി സിനിമ കാണിക്കുന്നത്. പോയി പോയി, ബട്ടൺസ് പോയി, താഴെ പോയി. ഒന്ന് നോക്കി, ഒന്ന് നോക്കി. കട്ടിലല്ലേ ഇവിടെ നോക്കി. ഇവിടെ എങ്ങും ഇല്ല. ഒന്ന് നോക്കി എടുക്ക, അല്ലാതെ ഇപ്പൊ. അയ്യോ, വർമ്മ സാർ വെയിറ്റ് ചെയ്യുന്നു. പിടിക്കാൻ. ശശിയേട്ട ഒരു കാര്യം ചെയ്യും, ബട്ടണൊക്കെ തപ്പിയെടുത്ത് തുന്നിയിട്ട് പതുക്കെ വന്നാ മതി. എനിക്ക് എംഡിയുടെ ചീത്തയാക്കാൻ ഒക്കില്ല. അയ്യോ, ബട്ടൺസ് കിട്ടി. ബാറു ബട്ടൺസ് കിട്ടി. ബട്ടൺസ് കിട്ടിയെന്ന്. ബാറു സൂചിയൊന്നുമില്ല, അവിടെ ഉണ്ട്. ശശിയേട്ടന് വൈകിയാൽ എന്താ, സർക്കാർ ഓഫീസല്ലേ? ഞാൻ പോകുന്നു. എന്താ ശശി? തുന്നി തന്നിട്ട് പോ. അങ്ങനെ ബട്ടൺ പോയത്രേ. ബട്ടൺ പോകാൻ പറ്റിയൊരു നേരം. നമുക്ക് പോവാം. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂശുക്കണേ. മിസ്റ്റർ ജയൻ. യെസ് സർ. സ്പോർട്സിലും മറ്റും താല്പര്യം കാണിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? സ്പോർട്സോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ. ഇന്നലെ ബാസ്കറ്റ്ബാൾ ഗ്രൗണ്ടിൽ കിടന്ന് ചാടുന്നത് ഞാൻ കണ്ടല്ലോ. ഒന്നും വിളിക്കണ്ട. ഞാനോ? അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്കതെങ്ങനെ സാധിച്ചു? ഓ, ഇപ്പോൾ സാർ പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ സാർ എന്നെ കണ്ടെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം സാർ. ഞാൻ ഒരു സത്യം പറയാം സാർ. ഒരു നഗ്ന സത്യം ഞാൻ പറയാം സാർ. അത് എന്റെ അനിയനാണ് സാർ. അനിയനോ? അതെ സാർ. ഞങ്ങളുടെ കുടുംബത്തിന് അവനൊരു തലവേദനയാണ്. എന്നെ പോലെയല്ല. സ്പോർട്സും നൃത്തവും ഒക്കെ അവന്റെ ഇഷ്ടവിനോദങ്ങളാണ്. അപ്പോൾ സത്യമായിട്ട് നിങ്ങളല്ലേ? നിങ്ങൾ തമ്മിൽ കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസവുമില്ലല്ലോ. ഉണ്ട് സാർ, കാഴ്ചക്ക് വ്യത്യാസമുണ്ട് സാർ. അവന് മീശയില്ല. സാർ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. അവൻ ചെയ്യുന്ന പല ബഹളങ്ങളും ഇതുപോലെ എന്നിൽ ആരോപിക്കപ്പെടാറുണ്ട് സാർ. അച്ഛൻ അയാൾ ഉപദേശിക്കാറില്ലേ? അമ്മയായിരുന്നു അവന്റെ എല്ലാം. അമ്മ പോയതിനു ശേഷം. സാരമില്ല. അപ്പോ ഈ അനിയൻ എന്ത് ജോലി ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല സാർ. അയാൾ വലിയ നൃത്തക്കാരനാണല്ലേ? അതെ. ഞാൻ കണ്ടു. ഒരു കാര്യം ചെയ്യൂ, അവനെ നന്നാക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ വീട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറയും. വേണ്ട സാർ, അത് സാറിന് ഒരു തലവേദന ആയിരിക്കും. മിസ്റ്റർ ജയൻ, ഒരാളെ അങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. ജയന്റെ അനിയനെ നേർവഴിക്ക് നയിക്കണം. എന്റെ മകളെ അവൻ നൃത്തം പഠിപ്പിക്കട്ടെ. അയ്യോ, എന്താ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല സാർ. അത് വേണോ സാർ? വേണം. ഈ കാര്യത്തിൽ ജയൻ നിർബന്ധം പിടിക്കരുത്. സാറിന്റെ ആഗ്രഹം അതാണെങ്കിൽ മകളെ ഞാൻ
അല്ല, അനിയൻ നൃത്തം പഠിപ്പിക്കട്ടെ. ആ പിന്നെ ജയന്റെ അച്ഛനെയും എനിക്കൊന്ന് കാണണം. എന്റെ വിശ്വസ്തനായ അക്കൗണ്ടന്റിന്റെ രോഗിയായ അച്ഛനെ, പ്രത്യേകിച്ചും ഒരു മഹാനായ അച്ഛനെ ഞാനൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ ഒരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ കുട്ടമ്പിള്ളയ്ക്ക് അറിയാമോ, ഒരാള് സൽസ്വഭാവിയാണെന്ന് തോന്നിയാലേ അങ്ങേര് ജോലിക്കെടുക്കും. സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല. ഇക്കാലത്ത് ഇങ്ങനെ ഒരാളെ കിട്ടുന്ന വിഷമല്ലേ? എന്റെ മകനായതുകൊണ്ട് പറയല്ല, ഒരു സത്യം പറയാം. സിഗരറ്റ് വലിക്കില്ല, കള്ളുകുടിക്കില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുഖത്ത് നോക്കി ഖമാന്നൊരു അക്ഷരം പറയില്ല. അത്രയ്ക്ക് അനുസരണമുള്ളവനാ. ഇതിനെല്ലാം പുറമെ അവനൊരു ജീനിയസാ. എന്താണ്? സുഭദ്രമ്മ അവനൊരു ജീനിയസ് ആണെന്ന്. എന്നാ പിന്നെ കുട്ടമ്പിള്ളയ്ക്ക് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞാ പോരെ മോനൊരു ജോലി കൊടുക്കാൻ? ആ, അവിടെയാണ് കുഴപ്പം. ഇവിടെ ജോലി കിട്ടാൻ അവനൊരു യോഗ്യത കുറവുണ്ട്. എന്താ അത്? വർമ്മ സാറിന് അവനെ അറിയാം, അവന് വർമ്മ സാറിനെയും അറിയാം. എന്ന് പറഞ്ഞാൽ വർമ്മ സാറിന്റെയും പാർവതിയുടെയും ചില ചുറ്റിക്കളികൾ എന്റെ മോനറിയാം. അത് എന്റെ മോനറിയാവുന്നത് വർമ്മ സാറിനും അറിയാം. അതുകൊണ്ടാ അവനിവിടെ അടുപ്പിക്കാത്തെ. അവനൊരു ജീനിയസ് ആണ്. ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ശരി, കുട്ടമ്പിള്ള പൊയ്ക്കോ. എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ദേ, ആ കുട്ടമ്പിള്ളയുടെ മോന് നിങ്ങൾക്കൊരു ജോലി കൊടുത്താൽ എന്താ? ഒന്നുമില്ലേലും അവനൊരു ജീനിയസ് അല്ലേ? എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം. നിങ്ങൾക്ക് അവനൊരു ജോലി കൊടുത്താൽ എന്താ? അത് ശരിയാവില്ല. എന്താ ശരിയാവാത്ത? എന്താന്ന് വെച്ചാൽ ശരിയാകാത്തോണ്ട് തന്നെ. എന്താ ശരിയാവാത്തെന്ന് എനിക്കറിയാം. അവനെപ്പോലെ ഒരുത്തൻ ഇവിടെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ പുറത്തുള്ള ന്യൂസ് മുഴുവനും ഞാൻ അറിയും. പിന്നെ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മുടെ അപ്പുറത്തുള്ളവരുമായിട്ട് അത്ര വലിയ അടുപ്പമൊന്നും വേണ്ട. അതെന്താ നിനക്ക് പെട്ടെന്ന് എങ്ങനെ തോന്നാൻ? നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. പിന്നെ നിങ്ങൾ അപ്പുറത്തുള്ളവളെയും കൂട്ടി കാറിലുള്ള ഈ ചുറ്റലുണ്ടല്ലോ, എനിക്കത്ര പിടിക്കുന്നില്ല. ദേ, നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഇല്ല, കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ആ, പെണ്ണുങ്ങൾക്ക് ഭക്തി കൂടുന്നത് ഒന്ന് സൂക്ഷിക്കണം. അമ്പലത്തിൽ പോവാ വരിക, പോവാ വരിക, ഇതൊക്കെ ഒരു ചുറ്റിക്കളിയാ. താൻ ഇതുവരെ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ കറണ്ട് പോയി, ഒന്ന് വന്ന് നോക്കുവോ? ഫ്യൂസ് പോയതായിരിക്കും. താൻ പോയി നോക്കിയിട്ട് വാ. എനിക്ക് ഈ കുന്ത്രാണ്ടത്തിന്റെ പണിയൊന്നും അറിയില്ല. തനിക്കറിയാവുന്ന ഒരേ ഒരു പണിയേ ഉള്ളൂ, പരദൂഷണം. വാ.